കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കഥ കേൾക്കാം. ഞാൻ സിന്ധു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ഒരു മനോഹരമായ രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തിൻ്റെ പേരാണ് സൂര്യപുരം. അവിടുത്തെ രാജകൊട്ടാരത്തിൽ സുന്ദരിയായ ഒരു രാജകുമാരിയും ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് പ്രിയംവദ. അങ്ങ് ദൂരെയായി പർവ്വതങ്ങൾ അലങ്കരിച്ച ചന്ദ്രഗിരി രാജ്യം. അവിടുത്തെ രാജകുമാരനാണ് ആര്യൻ. ബുദ്ധിയും കൗശലവും നിറഞ്ഞ ആര്യൻ മിടുക്കനായിരുന്നു. ഒരു പകലിൽ പക്ഷികളുടെ പാട്ട് കേട്ട് പ്രിയംവദ നടക്കാനിറങ്ങി. പുഴയരികിലൂടെ നടന്നപ്പോൾ കാൽ തെന്നി അവൾ ഒരു ഗർത്തത്തിലേക്ക് വീണു. വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു, ആരെങ്കിലും ഉണ്ടോ? എന്നെ സഹായിക്കൂ. അതുവഴി വന്ന രാജകുമാരൻ വിളിച്ചു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനിവിടെ തന്നെയുണ്ട്. അവൻ പ്രിയംവദയെ പുറത്തെത്തിച്ചു. അവർ ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷം സൗഹൃദവും വിശ്വാസവും ഉണ്ടായി. അവർ കാട്ടുവഴിയിലൂടെ നടന്നു. ഇളം കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പക്ഷികൾ ചിലുചിലെ ശബ്ദമുണ്ടാക്കി. എനിക്ക് പക്ഷികളെയും ജനങ്ങളെയും ഒരുപോലെ ഇഷ്ടമാണ്. അപ്പോൾ ആര്യൻ പറഞ്ഞു, എനിക്ക് ജനങ്ങളെ രക്ഷിക്കാനാണ് ഏറെ ഇഷ്ടം. പിരിയുമ്പോൾ അവർ ചോദിച്ചു, നമ്മൾ വീണ്ടും കാണുമോ? പ്രകൃതി നമ്മെ കൂട്ടിക്കൊണ്ടുവരും. അവിടുന്ന് 5 നാൾ കഴിഞ്ഞ് സൂര്യപുര രാജ്യത്ത് അഗ്നിനാഗത്തിന്റെ ആക്രമണമുണ്ടായി. സൂര്യപുരം വലിയ ഭീഷണിയാണ് നേരിട്ടത്. ഇതറിഞ്ഞ് രാജകുമാരൻ സൂര്യപുരത്തെത്തി. അവൻ പ്രിയംവദയെ രക്ഷിച്ചു, ഒപ്പം ജനങ്ങളെയും. രാജകുമാരി പറഞ്ഞു, നീ മഹാനാണ്. ഞാൻ നിന്നെ മാത്രമല്ല രക്ഷിക്കാൻ വന്നത്, ജനങ്ങളെയും കൂടിയാണ്. അങ്ങനെ 2 രാജ്യങ്ങളും ഒന്നായി. പുതിയൊരു രാജ്യം പിറന്നു, സൂര്യചന്ദ്ര രാജ്യം. ഈ കഥ നമ്മോട് പറയുന്നത്, യഥാർത്ഥ ശക്തി രാജകിരീടത്തിലല്ല, മനസ്സിലെ കരുണയിലും ധൈര്യത്തിലുമാണ്. മറ്റൊരു മനോഹരമായ കഥയുമായി ഉടനെ വരാം.